വെൽക്കം ടു നിച്ചൂസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് പറയാം. ഒരു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കഴിക്കാട്ടത്. അപ്പോൾ അതൊരു ബനാന അതുപോലെ ഡേറ്റ്സും കൂടിയിട്ടാണ് ഞാൻ ഷെയ്ക്ക് പോലെ ഇതാക്കാൻ പോകുന്നത്. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള കുട്ടികൾക്ക്, ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ഫ്രൂട്ട്സാണ് ഇഷ്ടം വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പഴവും ഡേറ്റ്സും വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇതിലേക്ക് പാല് ആഡ് ചെയ്യുന്നുണ്ട്. പഴം നേന്ത്രപ്പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫിലിപ്പൈനി പഴം, നാട്ടിൽ മറ്റേ ഈ റോബസ്റ്റ് പഴം പോലത്തെ പഴമാണ്. അപ്പോൾ ഇതിലേക്ക് നട്ട്സും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, പിള്ളേർക്ക് നമുക്ക് വയറ് ഫുള്ളാവും വേണം. അങ്ങനെയാണ്. ഇതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് സെർവ് ചെയ്യണം. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ കാഷ്യോ ബദാമോ നമുക്ക് ഇതാക്കാം അവർക്ക്. അതുപോലെ കോൺഫ്ലെക്സിൻ്റെ ഇത് നമുക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് നമ്മൾ സെർവ് ചെയ്യണ ടൈമിൽ കേട്ടോ. ഇത് നമ്മൾ ഒട്ടും ഷുഗർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി പഴത്തിലുണ്ട്, അതുപോലെ ഡേറ്റ്സിലും നല്ല മധുരം ഉണ്ടായിരിക്കും. ഷുഗർ പരമാവധി ഒഴിവാക്കുക. അതിപ്പോൾ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് ഇത്തിരി കൂടി ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്യണതൊക്കെ കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.